വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അവിടെ എവിടെയും ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു മനുഷ്യനില്ല. അവസാനം കൊട്ടാരക്കരയിൽ നിന്നും കൊച്ചിയിലും തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള എൻ്റെ അടുപ്പക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് ബി ജെ പിക്കാർ ഉള്ളവരെൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോട്ടോ. ഞാൻ 2020 കാര്യമായി പറയുന്നത്. ബി ജെ പിക്കാർ ആത്മാർത്ഥമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവരെൻ്റെ കൂടെ പ്രവർത്തിച്ചു. 2020 പക്ഷേ ആളില്ല. എന്നിട്ട് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ കേട്ടോണ്ടിരിക്കുന്ന പഴി എന്താ? കോടിക്കണക്കിന് രൂപ കിട്ടി. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക്? നിലപാടിൻ്റെ രാജകുമാരൻ അഖിൽ മാരാറിൻ്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഓരോ മിനിറ്റിലും ഓരോ നിലപാട്. ഇന്ന് പറഞ്ഞതായിരിക്കില്ല നാളെ പറയുന്നത്. ഓന്തുവരെ അണ്ണൻ്റെ മുമ്പിൽ തല കുനിച്ച് കുമ്പിടും. അത്തരത്തിലുള്ള നിലപാട് മാറ്റങ്ങളാണ് അഖിൽ മാരാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പല പൊളിറ്റീഷ്യന്മാരെയും കണ്ടിട്ടുണ്ട്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതൊക്കെ അതവരുടെ പൊളിറ്റിക്കൽ തന്ത്രമാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിലല്ല, ജീവിതത്തിലും അഖിൽ മാരാർ ഇങ്ങനെ തന്നെയാണ്. കാലാകാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു, ലാസ്റ്റ് ഇലക്ഷനിൽ T20യുടെ സ്ഥാനാർത്ഥിയായിട്ട് NDAക്ക് വേണ്ടി മത്സരിച്ച അഖിൽ മാരാർ T20 ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മീഡിയാസിനെ എല്ലാം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ അഖിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിൽ മാരാരുടെ നിലപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഫേമസ് ആണല്ലോ. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലുമാളിൽ പോയി മുണ്ടുപൊക്കി കാണിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ വ്യക്തി അടുത്ത വർഷം ബിഗ് ബോസിൽ പോവുകയും കപ്പടിച്ച് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. BJPക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് പലതവണ പറഞ്ഞ വ്യക്തി T20യിൽ മത്സരിക്കുകയും 8 നിലയിൽ പൊട്ടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇത്രയധികം വാക്കുകൾ പറഞ്ഞിട്ട് മാറ്റിപ്പറഞ്ഞ ഒരു സെലിബ്രിറ്റി കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇയാളിനി പ്രവർത്തിക്കാൻ പാർട്ടികളൊന്നുമില്ലെന്നാണ്. എല്ലാ പാർട്ടികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ ഇതുവരെ അഖിൽ മാരാർക്ക് പറ്റിയിട്ടില്ല. അഖിൽ മാരാരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, പൊട്ടത്തരം പറയുകയാണെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് 100% ഉറപ്പുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി ഒരിക്കലും അത് നടക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും 1000% നല്ല കോൺഫിഡൻസോടുകൂടി അത് പറയും. പീക്ക് ലെവൽ കോൺഫിഡൻസ് ആണ്. ഇതാണ് അഖിൽ മാരാരുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. എന്ത് വിളിച്ചു പറയാനും ഒരു നാണവുമില്ല, മാനവുമില്ല. അഖിൽ മാരാറ് ഇലക്ഷനിൽ നിന്നപ്പോഴുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. വെറും വായിട്ടലയ്ക്കൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല. അഖിൽ മാരാര് മീഡിയയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് തിരിച്ചു തന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നു, സാറേ വിഷമിക്കണ്ട. അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം നമുക്ക് ആത്മാർത്ഥമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. 2020യുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റായിട്ട് നിങ്ങൾ എന്നെ വെക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കൊല്ലം ജില്ലയിൽ ചെയ്യാം. കൊല്ലം ജില്ലയിൽ ഞാൻ 2020ക്ക് ഒരു സംഘടന ഉണ്ടാക്കാം. ഈ കാര്യങ്ങൾ പറഞ്ഞ് ഒരു മറുപടി, ഒരു റിപ്ലൈ എനിക്ക് കിട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപി സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു നല്ല കാര്യം അഖിലേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന ഒരു പയ്യൻ്റെ കിഡ്നി ഫെയിലിയറായി, അവൻ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ CSR ഫണ്ട് വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു മറുപടി ഇട്ടിട്ടില്ല. 2.5 മാസമായിട്ട് ഒന്ന് വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. ഇതേ സമയം നമ്മൾ പുറത്തുനിന്ന് പഴികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന പഴി കേൾക്കുന്നു. അപ്പോഴാണ് BJPയുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020ക്ക് BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാ ചെലവഴിച്ചെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. കോൺഗ്രസ്സിൽ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ NDAക്ക് വേണ്ടി മത്സരിക്കാൻ പോയി. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഇതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു നിലപാടുമില്ലാതെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അഖിൽ മാരാർ പറയുന്ന കാര്യം T20യിൽ കൊട്ടാരക്കരയിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അഖിലിനെ പറ്റിച്ചു എന്നാണ്. അത് കാരണം അഖിലിന് കുറേ നഷ്ടമുണ്ടായി. കോൺഗ്രസ് വിട്ടത് കാരണം അച്ഛൻ മിണ്ടാതെയായി, കൂട്ടുകാർ പിണങ്ങിപ്പോയി.
പിന്നെ BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതിനോട് അഖിലിന് വിയോജിപ്പുമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അഖിൽ മാരാർ സത്യം പറഞ്ഞാൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഈ നാക്കുകൊണ്ടാണ്. നല്ലതുപോലെ സംസാരിച്ച് നിൽക്കാനറിയാം. ഇപ്പോൾ അഖിൽ മാരാർ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞല്ലോ BJPയുടെ ആശയത്തോട് വിയോജിപ്പുണ്ടെന്ന്. അത് മത്സരിക്കാൻ നിന്നപ്പോൾ ഇല്ലായിരുന്നോ? ഇപ്പോൾ അവരുമായി പിണങ്ങിയപ്പോഴാണോ വിയോജിപ്പ് വന്നത്? ഇപ്പോൾ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നോ? ഇല്ല, പറയത്തില്ലല്ലോ. അതാണ് പറയുന്നത് ഒരു നിലപാടും ഇല്ലാത്തവനാണെന്ന്. ആദ്യം അഖിൽ വേണ്ടത് ഒരു നിലപാടിനകത്ത് ഉറച്ചു നിൽക്കുക എന്നതാണ്. അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ ഈ ഒരവസ്ഥ വരില്ലായിരുന്നു. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയത് കൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എൻ്റെ പൊന്ന്, എൻ്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചിലവ് കുറയും. കാര്യം എൻ്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നതല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4000-5000 രൂപ ചിലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. NDAയിലേക്ക് പോയതിന് ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാൻ്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഒരിടത്തും ഉറച്ചു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയാണ് ഈ അഖിൽ മാരാർ. സത്യം പറഞ്ഞാൽ അഖിൽ മാരാർ ഈ പാർട്ടിയിൽ ചേർന്നത് അത്യാവശ്യം സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചായിരിക്കും. ജനങ്ങളെ സേവിക്കാനായിരുന്നെങ്കിൽ സ്വതന്ത്രനായി നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കാമായിരുന്നല്ലോ. അപ്പോൾ അതല്ല ലക്ഷ്യം. അങ്ങനെ മത്സരിക്കുമായിരുന്നെങ്കിൽ കയ്യിൽ നിന്ന് നല്ല പൈസ ഇറങ്ങും. പക്ഷേ BJPയിൽ നിന്ന് മത്സരിക്കുവാണെങ്കിൽ പൈസ മൊത്തം അവരിറക്കിക്കോളും. പോരാത്തതിന് ഒരു സെലിബ്രിറ്റി മത്സരിക്കുവാണെങ്കിൽ പൈസ അങ്ങോട്ട് കിട്ടുകയും ചെയ്യുമായിരിക്കുമല്ലോ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും അഖിൽ മാരാറിന് കിട്ടിയില്ല. പൈസ പോട്ടെ, ഇത്രയും നാൾ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ വരെ അവതാളത്തിലായി. ഉദ്ഘാടനം കുറഞ്ഞു, പരിപാടികൾ കുറഞ്ഞു. അവസാനം കിട്ടിയത് ജനങ്ങളുടെ തെറിവിളി മാത്രം. അഖിൽ മാരാർക്ക് അവസാനം കാര്യം പിടികിട്ടി. BJPയിൽ നിന്നാൽ ഒന്നും കിട്ടില്ലെന്നും ജീവിതകാലം മുഴുവൻ തെറിവിളികൾ മാത്രമേ കിട്ടൂ എന്നും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതും താൻ T20 വിടുവാണെന്ന് പറഞ്ഞതും. ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.